എനിക്ക് ആ ഒരു 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 എന്താ പറയുക സ്ട്രെസ് നിന്ന് പുറത്തു വരാൻ കുറേ ദിവസം എടുത്ത്. റഹീമെല്ലാം കേട്ടോണ്ടിരിക്കുമ്പോഴല്ല തൊട്ടടുത്ത് കേട്ടോണ്ടിരിക്കുക, ആസ്വദിച്ചുകൊണ്ടിരിക്കുക. സാർ ഇപ്പോഴും ആ വീഡിയോസിൽ എടുത്ത് കണ്ട അവർ തന്നെ പോസ്റ്റ് ചെയ്ത വീഡിയോയിൽ അവരുടെ പാട്ടും ഡാൻസും ഒരു മനുഷ്യ ജീവിയാണ്. അന്ന് ഞാൻ പീരിയഡ്സും കൂടിയായിരുന്നു. 3 മണിക്കൂർ ഇങ്ങനെ അനങ്ങാൻ പറ്റാതെ ചുറ്റിലും പൊതിഞ്ഞ്. അത് നമ്മൾ ഈ പറഞ്ഞ് പിന്നെയും പറഞ്ഞ് കേൾക്കുന്നവർക്ക് മടുപ്പിക്കുന്നതല്ല, ഒരിക്കലും എനിക്കെന്നല്ല സാർ, ലോകത്ത് ഒരു ഹ്യൂമൻ ബീയിങ്ങിനും അങ്ങനെയൊന്നും ചെയ്യരുത്. അതൊക്കെ കഴിഞ്ഞിട്ടേ സാർ അവർ ആ നിന്ന നിപ്പിനെ അതെല്ലാം പാസ്സാക്കിയെടുത്തു. അവിടെ രജിസ്ട്രാറെ വരുത്തി, അവിടെ ഫിനാൻസ് ഓഫീസറെ വരുത്തി. പോലീസുകാർ വന്ന് എത്തി നോക്കിയപ്പോൾ റഹീമ ഓടിച്ച് ഇവിടെ എന്താണ് കയറിപ്പോ എന്നും പറഞ്ഞു. പോലീസുകാരെയൊക്കെ അവർ പോയി. റഹീമും ചീത്ത വിളിച്ചോ? സാർ അത് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല സാർ, അവർ പഠിച്ചതല്ലേ പാടുള്ളൂ. പെൺപിള്ളേർ മുടിയെ പിടിച്ച് വലിച്ചു, മുടിയെ പിടിച്ച് പേന വെച്ച് കുത്തി കാതിലെ. എനിക്ക് ഏറ്റവും എഫക്റ്റായിട്ട് തോന്നിയത് കാതിനകത്ത് വന്ന് തെറി വിളിച്ചതാണ്. അപ്പോൾ എൻ്റെ ചെവി കേൾക്കാത്ത ഒരു അവസ്ഥയായിപ്പോയി. അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കേസ് കൊടുക്കാൻ പോയപ്പോൾ കേസ് അവിടെ വെച്ച് ഇവർ നിർബന്ധിച്ച് ഒപ്പിടിപ്പിച്ചു. ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു സാർ. എന്തായാലും മരണം ഒരിക്കലാണ്, ഞാൻ ഒപ്പിടില്ല എന്ന് പറഞ്ഞു. നിർബന്ധം പിടിച്ചിരുന്നു. അങ്ങനെ ശരിയാവത്തില്ലല്ലോ എന്ന് പറഞ്ഞു. അവർ ചെക്ക് ഞാൻ പറഞ്ഞു, ഞാൻ ചെക്ക് താഴെ എല്ലാം ശരിയാക്കി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പോലും കേൾക്കാതെ അവർ ചെയ്തപ്പോഴേ ഞാൻ അത് ചെയ്യത്തില്ല എന്നുള്ളത്. അപ്പോൾ എൻ്റെ എൻ്റെ PVC എൻ്റെ മുമ്പിലുള്ള എൻ്റെ ഹയർ ഓഫീസർ പറയാണ്, വിജയ് അത് ഒപ്പിട്. സോ യു ഹാവ് നോ ചോയ്സ്. ഞാൻ ഒപ്പിട്ട് കൊടുത്തു. അല്ല അപ്പം എന്നിട്ട് അതിൻ്റെ വൗച്ചറൊക്കെ കിട്ടിയോ പിന്നീട്? ഇല്ല. അപ്പോൾ ഇനി ടീച്ചർ അടക്കേണ്ടി വരും? ഇല്ലില്ല സാർ. അത് കഴിഞ്ഞിട്ട് എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇവർക്ക് അഡീഷണൽ എമൗണ്ട് വേണമായിരുന്നു. ഈ പ്രശ്നങ്ങളൊക്കെ കഴിഞ്ഞിട്ട് അഡീഷണൽ എമൗണ്ട് വേണമായിരുന്നു. അതിനൊരു 5 ലക്ഷം എന്തോ അഡീഷണൽ അവരുടെ സിൻഡിക്കേറ്റല്ലേ പാസ്സാക്കി കൊടുത്തു. അപ്പം ഞാൻ പറഞ്ഞു ആ അഡീഷണൽ എമൗണ്ട് വേണമെങ്കിൽ നിങ്ങൾ ഈ ബില്ല് കൊണ്ടുവന്ന് കൊടുക്കുക എന്ന് പറഞ്ഞു. പിന്നെ ബില്ലൊക്കെ വാങ്ങിച്ച് ഇപ്പോൾ എനിക്ക് ലൈബിലിറ്റി ഒന്നുമില്ല. ബില്ല് തന്നു. അത് അവർ ചെക്ക് വെച്ച് ബില്ലൊക്കെ മേടിച്ച്. എന്നിട്ട് അന്ന് അവിടെ നിന്ന് ഇറങ്ങി ടീച്ചർ നേരെ പരാതി കൊടുക്കാൻ പോയി? ഇല്ല, അന്ന് ലേറ്റായിപ്പോയി. ഒരു 7 മണിയൊക്കെ ആയിപ്പോയി. പിന്നെ ഞാൻ പോയി. പിന്നെ ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു സാർ. അത് ഇന്നിപ്പോൾ ഞാൻ പറയുന്നത് പോലെയല്ല അന്നത്തെ ഒരു അവസ്ഥ. ടീച്ചർ ആരെയും സഹായത്തിനൊന്നും വിളിക്കാൻ പറ്റില്ല അന്നേരം? ഇല്ലില്ല. ഞാൻ വീട്ടിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു ഞാൻ ഇതിനെ പ്രതികരിക്കാൻ പോവുകയാണ്. വീട്ടിൽ ചെന്നിട്ട് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിനക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടെങ്കിൽ നീ ചെയ്തോ. ഞാൻ പറഞ്ഞു എന്തായാലും ഇതിന് ഒരുപാട് ആഫ്റ്റർ എഫക്ട്സ് ഒക്കെ വരും, അതിനൊക്കെ നിങ്ങൾക്ക് പ്രശ്നമുണ്ടോയെന്ന് എൻ്റെ പിള്ളേരോടൊന്നും ഹസ്ബൻഡിനോടും ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു ഇത്രയും നിന്നെ ഹേർട്ട് ചെയ്ത ഒരു കാര്യം മറ്റുള്ളവർക്ക് വരാതിരിക്കണമെങ്കിൽ നീ തീർച്ചയായിട്ടും മുമ്പോട്ട് പൊക്കോന്ന്. അവരൊരു ഫാമിലി സപ്പോർട്ട് ചെയ്തു. പിന്നെ ഞാൻ ഓൺലൈനിലാണ് CMനും എല്ലാവർക്കും പരാതി അയക്കുന്നത്. ആരും അതിനെ വകവെച്ചില്ല.